ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം ആ ജിമ്മിലെ റേറ്റ് ആണ്. ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് $12, ഏകദേശം നാട്ടിൽ കള്ളത്തരത്തിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് കീഴടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് പുതിയൊരു ദിവസമാണ്. രാവിലെ 7:15 ഇപ്പോൾ ജിമ്മിൽ പോകാനുള്ള ഒരു പ്ലാനിലാണ്. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് യാതൊരു വർക്കൗട്ടും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യണം, ശരീരം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം. നാട്ടിലേക്കാളും ചീപ്പാണിപ്പോൾ ഇവിടെ ജിമ്മെന്ന് പറയുന്നത്. കോസ്റ്റ്ലി ജിമ്മുകളുണ്ട്, എന്നിരുന്നാൽ തന്നെയും ഇപ്പം ഞങ്ങൾ കണ്ടുപിടിച്ച ജിമ്മ് വളരെ ചീപ്പാണ്. ഞാൻ ഡീറ്റെയിൽസൊക്കെ പുറകെ ഷെയർ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഞാൻ അവിടെ ആ സ്റ്റോപ്പിൽ നിന്നാണ് വാൾമാർട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പം എൻ്റെ ഫ്രണ്ട് നിബിൻ വരുന്നുണ്ട്. നിബിൻ എൻ്റെ കൂടെ അലയൻസിൽ വർക്ക് ചെയ്തതാണ്, ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ നിബിൻ ഇവിടെ സെറ്റിൽഡാണ്, PR ആയിട്ട്. വൈഫ്, കുഞ്ഞ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് അവിടെ വെയിറ്റ് ചെയ്യും, നിബിൻ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ ജിമ്മ് അന്വേഷിച്ചു. എല്ലായിടത്തും ചോദിക്കുമ്പോൾ $175, $165 മന്ത്ലി. ജോയിൻ ചെയ്യണമെങ്കിൽ $300 വേറെ കൊടുക്കണം. ഓപ്പോസിറ്റ് ജിമ്മുകളാണ്. ജിമ്മ് ചെറിയ ജിമ്മാണ്, അപ്പോൾ പേഴ്സണൽ അറ്റൻഷനൊക്കെ കിട്ടും, നല്ല റിസൾട്ടുള്ള ജിമ്മാണ്. പക്ഷേ നമുക്ക് തുടക്കത്തിലെ ഒരു ആവേശത്തിന് ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ അത്രയും പൈസ നഷ്ടമാണ്. ഞാൻ നിബിനെ വിളിച്ചപ്പോൾ നിബിൻ ഇങ്ങനെ പറഞ്ഞു, നിബിനും വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഒരു സെറ്റിലായി. ഇപ്പം അതിനുള്ള പ്ലാനിലാണ്. ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം ആ ജിമ്മിലെ റേറ്റാണ്. ജിമ്മിൽ വെറും $15 നമുക്ക് കൊടുത്താൽ മതി ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ. അപ്പം പിന്നെ ഒരു കോൺട്രാക്റ്റും ഇല്ല. കാരണം കോൺട്രാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ചില ജിമ്മുകളിൽ റേറ്റ് കുറവായിരിക്കും, പക്ഷേ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് കൊടുക്കണം. കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ $300, $350 ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നിബിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ നിർത്താവുന്നതാണോ? ഫസ്റ്റ് ഡേ അറ്റ് ജിം. പോയി വർക്കൗട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ രാവിലെയാണ്, വഴിയിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് കാനഡയുടെ മോർണിംഗ് വ്യൂ. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇതെന്തോ സൂപ്പർ മാർക്കറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ മുമ്പേ നോക്കിയായിരുന്നു. ഇന്നത്തെ പ്ലാൻ എന്തെങ്കിലും തീരുമാനിച്ചോ? വാമപ്പ് ചെയ്യുന്നു, പിന്നെ കുറച്ച് പുഷപ്സ്, പുള്ളപ്സ്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, ഞാനൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് വെള്ളം കുടിച്ചു. ശരിക്കും കുറച്ച് വെള്ളം കുടിച്ചു. നമുക്കിവിടെ നിന്ന് 1 കിലോമീറ്ററോടെ അല്ലേ ഉള്ളൂ. 1 കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. പ്ലാനറ്റ് ഫിറ്റ്നസ്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഇന്ത്യയിലുണ്ടോ പിന്നെ? ഉണ്ട്. ലോ ബഡ്ജറ്റ് ജിംസ്. എന്താണെങ്കിലും അകത്ത് കയറി ബാക്കി പ്രൊസീജിയർ നോക്കട്ടെ. ഇതാണ് ജിമ്മിൻ്റെ റിസപ്ഷൻ. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആപ്പ് എടുത്തിട്ട് ആപ്പിൽ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്യണം, ഈ സ്കാനറിൽ. അത് കഴിഞ്ഞാൽ എൻട്രി കിട്ടും. ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ട്രാക്ക്ഡ് ആവും. ഇതാണ് ഇവിടുത്തെ ജിമ്മിലെ മെമ്പർഷിപ്പ് കാർഡ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് PF ബ്ലാക്ക് കാർഡ്, പിന്നെ ക്ലാസിക്. ഈ PF ബ്ലാക്ക് കാർഡിലാണ് $24 എന്ന് പറയുന്നത്. അത് 2 പേർക്ക് എൻട്രി ഉണ്ട് കേട്ടോ. ഒരാൾക്ക് $12, ഏകദേശം നാട്ടിലെ $600, $650 അടുപ്പിച്ചേ വരുന്നുള്ളൂ. ക്ലാസിക്കാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. വേറെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. വരിക, ജിമ്മിൻ്റെ ഫെസിലിറ്റീസ് മാത്രം യൂസ് ചെയ്യുക. അതിന് $15 പെർ മന്ത്. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ എല്ലാം പുതിയതാണ് ഞങ്ങൾക്ക്. ട്രെഡ്മില്ലിൽ കയറി ഒന്ന് നടന്ന് പരിശീലിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി പതുക്കെ ഒന്ന് വാമപ്പായി കഴിഞ്ഞിട്ട് വേണം ബാക്കി വർക്കൗട്ടുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും സംഭവം കൊള്ളാം. ഫീൽ ഗുഡ്. രാവിലെ എണീറ്റ് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തപ്പം എന്തൊക്കെയോ അച്ചീവ് ചെയ്ത പോലെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് ഡേ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. ഇന്ന് വലിയ എനർജി ഒന്നും ഇല്ലാതെ ചെയ്യാൻ, എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തു. റൂമിൽ ചെന്നില്ല, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് റൂം ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഇന്ന് വാഷിംഗ് ഉണ്ട്, കുറേ പരിപാടിയുണ്ട്. ഇവന് എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഡേ ഒരു സുഖമുണ്ട്. എന്തോ ഒരു പോസിറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടല്ലേ? നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ലെയിൻ ചേഞ്ച് ചെയ്യുന്ന നേരം നമ്മൾ ഷോൾഡർ ചെക്കിങ് ചെയ്യണം. ഓക്കെ. ഷോൾഡർ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണം അല്ലേ? അതെ. ഷോൾഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ലൈൻ ചേഞ്ച് ചെയ്യാൻ നേരം നമ്മളിപ്പോൾ ഷോൾഡർ ചെക്ക് ചെയ്യണം. അതാണ് ഇവിടുത്തെ റൂള്. ഓക്കെ. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അത് ഷോൾഡർ ചെക്ക് ചെയ്യുന്നതിൽ ഫെയിൽ ആക്കും. കുറെ
മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്നതും. പക്ഷെ നമുക്കൊന്നും ബാക്കിൽ വണ്ടി ഒന്നും കാണത്തില്ല. പക്ഷെ നമ്മളത് ആ റൂളൊക്കെ നമുക്ക് അറിയാമോ എന്നുള്ള കാര്യമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ലൈൻ ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഷോർട്ടർ ചെക്ക് ചെയ്തിട്ടാണ് ലൈൻ ചേഞ്ച് ചെയ്യുന്നത്. 60 സ്പീഡിലോ 80 സ്പീഡിലോ 100 സ്പീഡിലോ ഓടിക്കുന്നവരല്ല, സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ? വണ്ടി ഓടിക്കുന്നതാണ്. പെഡസ്ട്രിയനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പെഡസ്ട്രിയൻ ക്രോസ് വാക്കിൽ ഒരാൾ നടന്നു പോകണം. പെഡസ്ട്രിയൻ കണ്ട് നമ്മൾ ഇവിടെ നിർത്തണം. റോളിംഗ് സ്റ്റോപ്പ് അല്ല, ഫുൾ സ്റ്റോപ്പ് ആണ്. വീല് ചെറുതായിട്ട് നീങ്ങിയാൽ പോലും അത് ഫീൽ ആക്കും. ഇങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞു. നിവിൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണ്. നിവിൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ ദൂരം. ജിമ്മിലൊക്കെ പോയിട്ട് എത്തി, ഭക്ഷണം കഴിച്ചു. അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുമ്പം സത്യം പറഞ്ഞാൽ എന്തോ അച്ചീവ് ചെയ്തൊരു ഫീലുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ ഒരു എന്താണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത് നടന്നു. അത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇന്ന് ഇത്രയേ ഉള്ളൂ പറയാൻ. See you then. Until next time. Bye. Take care.